ചിത്ര ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കെതിരെ SDPI പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ ചക്കമലയിലുള്ള പോപ്സൺ ക്രഷർ യൂണിറ്റിനായി ലൈസൻസ് നൽകിയത് വൻ അഴിമതിയിലൂടെ UDF ഭരണസമിതിയിൽ പോലും ചർച്ച ചെയ്യാതെയും പഞ്ചായത്ത് സെക്രട്ടറി ലീവിൽ പോയ സമയം നോക്കിയുമാണ് പോക്സൺ ക്രഷർ യൂണിറ്റിന് ലൈസൻസ് നൽകിയത്. ഇതിനെതിരെ SDPI ചിത്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജവാദ് കാനൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മുതയിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അനസ് വളവച്ച, മുതയിൽ വാർഡ് മെമ്പർ അൻസീന ഷഫീർ, നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഈ നാടിന് സംഭവിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രതിസന്ധികളെ സംബന്ധിച്ച് അന്ന് ഒട്ടുമിക്ക കേന്ദ്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിട്ടുള്ളതാണ്. അതൊന്നും വകവയ്ക്കാതെ അന്നുണ്ടായിരുന്ന ഭരണക്കാർ കോടികൾ കൈക്കൂലി വാങ്ങിക്കൊണ്ടും അഴിമതി നടത്തിക്കൊണ്ടും അനധികൃതമായി തന്നെ പട്ടയമടക്കമുള്ള ഭൂമിയിൽ അനധികൃതമായി തന്നെ കോറി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർഷക യൂണിറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസുകൾ നിർബാധം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ പരിണിത ഫലം ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിധിവരെ ഒന്നോ രണ്ടോ വർഷങ്ങളായി വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അപ്രതീക്ഷിതമായി ഈ ഒരു പ്രദേശത്ത് കോറി മാഫിയയ്ക്ക് വീണ്ടും അനുമതി കൊടുക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നത്, നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, പഞ്ചായത്തിന്റെ സെക്രട്ടറിയും അറിഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ വളരെയധികം പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു വിഷയമാണിത്. സാധാരണ എന്തെങ്കിലും വീട് നമ്പർ ഇടുന്നതിനോ അല്ലെങ്കിൽ ഒരു പൗരന്റെ മൗലികമായ അവകാശങ്ങൾ ലഭിക്കുന്നതിനോ വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു അപേക്ഷ എന്നതിനുള്ള തീർപ്പ് കൽപ്പിക്കലല്ല ഇത്. ഒരു നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു മനുഷ്യന്റെ ആ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിക്കുന്ന ഒരു നാടിന്റെ സാമൂഹിക ക്രമങ്ങളെ തന്നെ തെറ്റിക്കുവാൻ ഇടവരുത്തുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടവരുത്തുന്ന നിരവധിയായ പ്രക്ഷോഭങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായേക്കാവുന്ന നിരവധി പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിന്മേൽ ഈ ഗ്രാമപഞ്ചായത്തിലെ അധ്യക്ഷയോ വൈസ് പ്രസിഡന്റോ ഈ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയോ അറിയാതെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇതിന്റെ പെർമിഷൻ കൊടുത്തത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ മാത്രം മണ്ടന്മാരല്ല ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ പൗരന്മാരെന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഭരണകൂടം തിരിച്ചറിയണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാവരും കോൺഗ്രസ്സുകാരെ പോലെ മണ്ടന്മാരാണ് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കൃത്യമായി പറയുന്നു, ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ അനധികൃതമായിട്ടാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയമില്ല. ഈ കോറി മാഫിയയ്ക്ക് പോപ്സന് ഇപ്പോൾ കൃഷ്ണ യൂണിറ്റ് നടത്തുവാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമായിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പട്ടയത്തിലാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുവാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ നാളിതുവരെ ഗവൺമെന്റ് നൽകിയിട്ടില്ല എന്നാണ് നമ്മുടെ വിവരം. അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഈ തരത്തിലുള്ള അനധികൃതമായി പാറ പൊട്ടിച്ചുകൊണ്ട് പോകുവാൻ പെർമിഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടിക്കണക്കിന് രൂപ അഴിമതി കാശ് വാങ്ങി പലപ്പോഴും ഈ നിർബാധം കോറി മാഫിയയ്ക്ക് അനുമതി നൽകുന്ന ഒരു സ്വഭാവം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നുള്ളത് ഞാൻ പറയാത്ത നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. ഞാൻ പറയുന്നത്, ഇവിടെ കോറി മാഫിയകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ പറയപ്പെടുന്ന പോപ്സൺ അടക്കമുള്ള അതിനോടക്കമുള്ള നിരവധിയായ കോറി മാഫിയകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ സാഹചര്യം ഈ കോറി മാഫിയകളിലൂടെ കടന്നു വരുന്നതിന് മുമ്പും ശേഷവുമുള്ള അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതശൈലിയും അവരുടെ സാമ്പത്തിക ചുറ്റുപാടും ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇതിന്റെ വ്യക്തമാണ്. ഇതിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും. കോടിക്കണക്കിന് രൂപ ആ ഒരു നിലയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കോറികൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിത സാഹചര്യങ്ങളൊന്ന് പരിശോധിക്കൂ. അവരുടെ സാമ്പത്തിക നിലവാരങ്ങളൊന്ന് പരിശോധിക്കൂ. അവരുടെ കൈവശമുണ്ടായിരുന്ന സ്വത്തുവകകളുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിക്കൂ, കണക്കൊന്ന് പരിശോധിക്കൂ. അതിനു മുമ്പും ശേഷവുമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇവിടെ എത്രത്തോളമാണ് അഴിമതി നടന്നിട്ടുള്ളത്, കൈക്കൂലി വാങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു തരത്തിലും അനുമതി നൽകുവാൻ പര്യാപ്തമല്ലാത്ത ഇടങ്ങളിൽ പോലും നിർബാധം അനുമതി നൽകിക്കൊണ്ട് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഈ നാട്ടിൽ ഏകദേശം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സുഖകരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനം ഉപജീവന മാർഗമാക്കി കൊണ്ടു നടക്കുന്ന വിഭാഗങ്ങളാണ് ഇപ്പോഴും ഇവർക്ക് മൗനാനുവാദം നൽകിക്കൊണ്ട് അനുമതി നൽകുകയും നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഇവിടെ സ്വസ്ഥമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ SDPIക്ക് പറയുവാനുള്ളത്, ഇത് പൊതുജന സമക്ഷം അവതരിപ്പിക്കുവാൻ തന്നെയാണ് SDPI തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ വാർഡ് മെമ്പർ അസീന
ഉദയിലെ വാർഡ് മെമ്പർ SDP ജനപ്രതിനിധി അൻസീന ഈ കമ്മിറ്റിയിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വാർഡിൽ അങ്ങനെ ഒരു ജനപ്രതിനിധി നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോട്, ഈ നാട്ടിലെ പൗരസമൂഹത്തോട് SDP വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാലോ, നമ്മുടെ പുഴകളിൽ ധാരാളം മണലുണ്ട്. ഇവിടെ എംസാനിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ പീസാനിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ പിന്നെ പാറപ്പൊടിയുടെ പ്രശ്നമാണ് ഉള്ളതെങ്കിൽ, അങ്ങനെയുള്ള ലഭ്യതക്കുറവുണ്ടെങ്കിൽ യഥേഷ്ടം മാറാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ പുഴകളിൽ ധാരാളം ഉണ്ടായിരിക്കുമ്പോൾ, ആ ഒരു ലഭ്യത ധാരാളം ഉണ്ടായിരിക്കുമ്പോൾ അതൊന്നും ഉപയോഗപ്പെടുത്താതെ അവിടെയാണ് നമ്മൾ ദുരൂഹത ആരോപിക്കുന്നത്. ഈ പറയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിനോട് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റിനോട് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിനോട് പോലും നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇത്തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യഥേഷ്ടം ലഭ്യമാകുവാൻ സാധിക്കുന്ന തരത്തിൽ മണൽ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ, നമ്മുടെ സംസ്ഥാനത്തുള്ളപ്പോൾ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഈ കൈക്കൂലി വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം കോറി മാഫിയകളെ സഹായിക്കുന്ന നിലപാടാണ് പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം, അതിന്റെ തീവ്രത അല്ലെങ്കിൽ പണം സമ്പാദിക്കുവാനുള്ള ഒരു മാർഗമായി ഇതിനെ കാണുന്നു ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിസ്സാരപ്പെട്ട സംഭവമല്ല. നമുക്കറിയാലോ, ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ ഗൗരവമായി തന്നെ SDP ഇടപെടുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൂചനാ സമരമായി മാത്രമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഈ സമരം നാളെകൾ പോപ്സന്റെ കവാടത്തിലേക്ക് വരെ വ്യാപിപ്പിക്കുന്ന തരത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയും വ്യാപ്തിയും തീവ്രതയും ഈ പറയപ്പെടുന്ന കമ്പനി മുതലാളിമാർ അറിയാൻ പോകുന്നതേയുള്ളൂ. ഇവിടുത്തെ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട്, ഭരണകർത്താക്കളെ സ്വാധീനിച്ചുകൊണ്ട്, പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് വാങ്ങിക്കൊണ്ട് നിർബാധം യഥേഷ്ടം പണ്ടത്തേതുപോലെ ഇവിടെ പ്രവർത്തിക്കാമെന്നാണ് പോപ്സൺ കമ്പനിയും അതുപോലുള്ള മാഫിയകളും തീരുമാനിക്കുന്നെങ്കിൽ, അതിന് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഈ തരണത്തിൽ നമുക്ക് ചിന്തിപ്പിക്കുവാനും പോകുന്നത്. യാതൊരു തരത്തിലും അനുവദിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. SDPയെ സംബന്ധിച്ചിടത്തോളം ഇന്നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഴിമതി നമ്മളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്ത വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുപറ്റിക്കൊണ്ട് ഇതിന് അനുകൂലമായി സ്വീകരിക്കുന്ന ഒരു നയം ഒരിക്കലും SDP സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നമല്ല, ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല, രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികൾക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് 10-22 സംസ്ഥാനങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സംഘപരിവാരം എന്ന ഫാഷിസ്റ്റ് ഭീകര പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോറി മാഫിയയ്ക്ക് അനുമതി കൊടുത്തുകൊണ്ട് പോപ്സൺ എന്ന് പറയുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, SDPയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംവിധാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഇവിടെ പ്രവർത്തിക്കേണ്ട എന്നാണ് SDP തീരുമാനിക്കുന്നതെങ്കിൽ പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് SDP പറയുന്നത്. അതിനെ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ SDPക്ക് എന്നും മുന്നിലുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് SDP.